മിശിഹായിൽ പ്രിയ സഹോദരങ്ങളെ, റോമർ 12:9 വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ്റെ വാക്കുകൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ അടിത്തറയാണ്. സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ. ആത്മാർത്ഥതയില്ലാത്ത സ്നേഹം അത് യഥാർത്ഥത്തിൽ സ്നേഹമല്ല, മറിച്ച് ഒരുതരം കാപട്യമാണ്. ഇന്നത്തെ ലോകത്തിൽ പലപ്പോഴും നമ്മുടെ സ്നേഹം വാക്കുകളിലും പ്രവൃത്തികളിലും വ്യാജമായി മാറുന്നു. പുറമേ സ്നേഹമുണ്ടെന്ന് നടിക്കുകയും ഹൃദയത്തിൽ വിദ്വേഷം സൂക്ഷിക്കുകയും ചെയ്യുന്ന അവസ്ഥ അതീവ ഗുരുതരമാണ്, ഭയാനകമാണ്. ക്രിസ്തീയ സ്നേഹം ബാഹ്യമായ പ്രകടനങ്ങളിൽ മാത്രം ഒതുങ്ങരുത്. അത് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് വരേണ്ടതാണ്. കപട സ്നേഹം സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രം ലക്ഷ്യം വയ്ക്കുന്നു. എന്നാൽ യഥാർത്ഥ സ്നേഹം ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ നിസ്വാർത്ഥവും ത്യാഗപരവുമാണ്. വിശുദ്ധ യോഹന്നാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നമ്മൾ വാക്കുകളാലും നാവുകൊണ്ടുമല്ല പ്രവൃത്തി കൊണ്ടും സത്യത്തിലുമാണ് സ്നേഹിക്കേണ്ടത്. ഇന്ന് ദമ്പതികൾ തമ്മിലുള്ള സ്നേഹബന്ധം എങ്ങനെയാണ് ഒന്ന് വിലയിരുത്താം. മക്കൾ മാതാപിതാക്കളും തമ്മിലുള്ള സ്നേഹം ഇന്ന് അത് വെറും ഒരു കാഴ്ച വസ്തുവായി നിലനിൽക്കുന്ന സാഹചര്യമല്ലേ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ? ചിന്തിക്കാം, തിരുത്താം ഇപ്പോൾ തന്നെ. നിഷ്കളങ്കമായ സ്നേഹത്തിൻ്റെ ഒരു പ്രധാന അടയാളം തിന്മയെ വെറുക്കുക എന്നതാണ്. തിന്മയോടുള്ള വിരോധമില്ലെങ്കിൽ നന്മയോടുള്ള നമ്മുടെ അള്ളിപ്പിടുത്തം ദുർബലമാകും. തിന്മയെ വെറുക്കുകയും നന്മയോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ സ്നേഹം യഥാർത്ഥമാകുന്നത്. മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കുവാനും അവരുടെ കുറവുകൾ മറക്കാനും ആത്മാർത്ഥമായ സ്നേഹം നമ്മെ പ്രേരിപ്പിക്കുന്നു. സഹോദരങ്ങളെ, ഈ സ്നേഹം നമ്മുടെ കുടുംബങ്ങളിലും ഇടവക സമൂഹത്തിലും പ്രതിഫലിക്കണം. ആദ്യം നമ്മുടെ കുടുംബത്തിൽ പ്രതിഫലിക്കണം. പരസ്പരം ബഹുമാനിക്കാനും സ്നേഹിക്കാനും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നമ്മുടേതിനേക്കാൾ പ്രാധാന്യമുള്ളതായി കണ്ടവരെ കരുതാനും സ്നേഹിക്കുവാനും നമ്മേക്കാൾ മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കരുതാനും നാം പഠിക്കണം. ഈ സ്നേഹം പ്രാർത്ഥനയിലും സഹനത്തിലും പ്രത്യാശയിലും നമ്മെ ഉറപ്പുള്ളവരാക്കുന്നു. അതിനാൽ നമ്മുടെ ജീവിതം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ഉപകരണങ്ങളാകട്ടെ. ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവിനാൽ ചൊരിയപ്പെട്ടിരിക്കുന്നു. ആ സ്നേഹം ഉൾക്കൊണ്ട് കപടതയൊന്നുമില്ലാതെ നിഷ്കളങ്കമായി പരസ്പരം സ്നേഹിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഇന്നേ ദിവസം നാം കിടക്കുന്നതിന് മുമ്പ് ഒരു തീരുമാനമെടുക്കാം. എൻ്റെ കാപട്യ സ്നേഹമാണോ, നിസ്വാർത്ഥ സ്നേഹമാണോ, കപടതയുള്ള സ്നേഹമാണെന്നുണ്ടെങ്കിൽ അത് കർത്താവിന് ഉതകുന്ന ജീവിതമാണോ? തിരിച്ചറിയാം, തിരുത്താം. ഇന്ന് തന്നെ മടങ്ങി വരാം നമ്മുടെ സ്വർഗസ്ഥനായ അപ്പൻ്റെ അടുക്കിലേക്ക്.